മക്കൾ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കും, അവർ പല വാശി പിടിക്കും നമ്മളോട്. ഇതിൽ വിട്ട് നമുക്കതാണ് നമ്മുടെ ഉള്ളിൽ ആ മായയിൽ കുടുങ്ങി കിടക്കുകയാണ് മനസ്സ്. മായ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു തോന്നലാണ്. ഈ ലോകം തന്നെ, ലോകത്തിലെ പല കാര്യങ്ങളും തോന്നലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. അതന്നെ മായ എന്ന് പറയുന്നത്. ആ മായ ഭഗവാന് മാത്രമേ ബാധിക്കാതെ ഉള്ളൂ, ബാക്കി എല്ലാവരെയും മായ ബാധിക്കും. ഇതിന് പണ്ട് ഒരു കഥയുണ്ട്. ഒരിക്കൽ നാരദ മുനിക്ക് ഇതുപോലെ ഒരു അഹങ്കാരം, ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം. അത് എന്നെ മാത്രം ഈ മായ പിടിക്കില്ല, കാരണം ഞാൻ സദാ നാരായണം ജപിക്കണ്ടല്ലോ, നാരായണ നാരായണ ജപിക്കണ്ട, എനിക്ക് മാത്രം മായയുടെ പിടി ഉണ്ടാവില്ല എന്നൊരു തോന്നൽ ഭഗവാന്റെ. അതങ്ങനെ വൈകുണ്ഠത്തിൽ തന്നെ പോയി ചോദിച്ചു. സാക്ഷാൽ അവിടെ തന്നെ പോയി ചോദിച്ചു. അതൊരു വലിയ ഭാഗ്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, സംശയം വരുമ്പോൾ ഭഗവാന്റെ അടുത്ത് തന്നെ പോയിട്ട് ചോദിക്കണം, എന്താ എനിക്കിങ്ങനെ കുഴപ്പമുണ്ടോ, എന്താ? അപ്പോൾ ഭഗവാൻ അവിടെ തന്നെ എന്നെ നിർത്തിയുണ്ടാക്കും. ചോദിച്ചതേ ഉള്ളൂ ഭഗവാൻ, അത് എങ്ങനെയുണ്ടോ എനിക്ക് മായ. അപ്പോൾ കൃഷ്ണൻ അവിടുന്ന് അനന്തപത്മനാഭൻ, ആ പ്രഭു ശ്രീഹരി അപ്പോൾ തോന്നി, ശരി എന്നാൽ അദ്ദേഹത്തെ ഒന്ന് നോക്കാം, പറഞ്ഞു തീർന്നുള്ളൂ. അപ്പോൾ ഉടനെ വേഗം ഭഗവാൻ എന്തിനു നിങ്ങൾ വിളിച്ചു നോക്കിയോ, ഉടനെ നിങ്ങളെ കൂടെ വരും. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കൂടെ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ പറഞ്ഞിട്ട് മറന്നു, നമ്മൾ കുറച്ച് മായയിൽ പെട്ടതുകൊണ്ട് നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് പറഞ്ഞു ഭഗവാൻ അമ്പലത്തിൽ തന്നെ ഇരിക്കുക എന്നാണ് ധരിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോവുക. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ കൂടെ ഉണ്ടാവും, കൂടെ വരും. എൻ്റെ അനുഭവങ്ങളെല്ലാം എനിക്ക് അങ്ങനെയാണ്. എവിടെ പോയാലും എന്ത് പ്രയാസം, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഭഗവാൻ വെച്ചാൽ പിന്നീടാണ് മനസ്സിലായത്, ഇദ്ദേഹം കൂടെ തന്നെ ഉണ്ട്, നമ്മളെ കൂടെ ഉണ്ട്, സദാ സഞ്ചാരിയാണ്, സദാ നമ്മളുടെ കൂടെ ഹൃദയസഞ്ചാരി, ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഹൃദയത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഭഗവാനോട് ഇരിപ്പുണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, പോവില്ല ഒരിക്കലും. നിങ്ങളവിടെ എത്ര ദേഷ്യം വന്നാലും ഭഗവാൻ പോവില്ല. അപ്പോൾ നാരദ മുനിക്ക് ഈ ഒരു അഹങ്കാരം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞു, നമുക്കൊന്ന് സഞ്ചരിക്കാം, വാ കൂടെ. നാരദനും കൂടെ കൂട്ടി അങ്ങനെ കുറച്ച് ദൂരം നടന്നു പോയപ്പോൾ ഒരു